ഹായ്, ഞാൻ ഷിനിപ്പോൾ. ഞാൻ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന മിൽക്ക് ടോഫി. ഇതിനായിട്ട് വേണ്ടത് പഞ്ചസാര, മിൽക്ക് ആൻഡ് ബട്ടർ. അതിന് പുറമെ വേണമെങ്കിൽ നട്ട്സ്, കാഷ്യൂ നട്ട്സ്, പിസ്ത പോലുള്ളതും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മൾ ഇതിനായിട്ടൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിൽ 1.5 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. ഇത് ഞാനിവിടെ ഇൻഡക്ഷൻ കുക്കറിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 900ലാണ്. ഒരു ഗ്യാസ് സ്റ്റവ് ആണെങ്കിൽ അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇത് നന്നായി സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക. പാലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. ഇത് വീണ്ടും ഇത് സെയിം പ്രോസസ്സ് ഇളക്കിക്കൊണ്ടിരിക്കുക. നട്ട്സ് എന്തെങ്കിലും ഇടാം. അപ്പോൾ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് കാഷ്യൂ നട്ട്സും പിസ്തയാണ്. വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കളർ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. പാലിൻ്റെ കളർ മാറുന്നതായിട്ട്, ഒരു യെല്ലോയിഷ് കളറായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് കുറുകി വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പോൾ പാല് നന്നായി കുറുകി വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ കളർ മാറിയിട്ടുണ്ട്. നന്നായി കുറുകി കട്ടിയാവുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഈ കുറുകി വന്നത് നമുക്കൊരു ട്രേയിലേക്ക് മാറ്റണം. അതിനായിട്ടൊരു ട്രേ എടുക്കുക. അതിൽ നമ്മൾ നെയ്യ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു നോർമൽ പേപ്പർ ആണെങ്കിൽ അതിൽ നെയ്യ് പുരട്ടിയിട്ട് ഈ ട്രേയിൽ വയ്ക്കുക. എന്നിട്ട് നമുക്ക് കുറുകി കിട്ടിയിട്ടുള്ള ഈ മിക്സ് ഈ ട്രേയിലേക്ക് മാറ്റാം. എന്നിട്ടിത് ഒരു 1 അവർ പുറത്ത് വയ്ക്കണം. റൂം ടെമ്പറേച്ചറിൽ, നോർമൽ ടെമ്പറേച്ചറിൽ പുറത്ത് വയ്ക്കുക. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. 1 അവർ കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്കതൊരു നല്ല കട്ടിയായിട്ട് മിൽക്ക് ടോഫി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ക്യാമറമാൻ വിനോയുടെ കൂടെ ഷിനി പോൾ.